ഹായ്, ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഇന്ന് ജൂലൈ 21 അപ്പം എന്താണ് ഇന്നത്തെ മാർക്കറ്റിൽ നടന്നതെന്നും നാളെ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നേരെ നമ്മൾ നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇന്ന് ഫ്ലാറ്റ് രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഇന്നലെ എവിടെയാണോ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, ആ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു തുടക്കത്തിൽ ഓൾമോസ്റ്റ് ഒരു 12 o'clock വരെ നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയായിരുന്നു. ബട്ട് ഇന്നലെ എവിടെയാണോ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്, ആ ഒരു ഏരിയ തന്നെയാണ് ഇന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, ഇന്നലത്തെ ഡേയ്സിലോ ഒരു മേജറായ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതേ രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്നതാണ് കണ്ടത്. ഓക്കെ, വലിയ രീതിയിൽ തിരിച്ചു കയറിയിട്ടില്ല, ബട്ട് ആ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒരു 24,130 140 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്നതാണ് കണ്ടത്. അപ്പോൾ കറന്റ്ലി നമുക്ക് രണ്ട് സപ്പോർട്ട് റേഞ്ച് ആണുള്ളത്, ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേയ്സ് ലോയും ഓക്കെ, ദെൻ അതേപോലെ 24,000 എന്ന് പറഞ്ഞ ഒരു മേജറായ സപ്പോർട്ട് റേഞ്ച് ആണ് ഇപ്പൊ കറന്റ്ലി ഉള്ളത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കറന്റ്ലി പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ഫ്രൈഡേയുടെ ഹൈ എന്ന് പറഞ്ഞ ഒരു ലെവലാണ് 24,350 എന്ന് പറഞ്ഞ ലെവലാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഓക്കെ, അതേപോലെ വേറൊരു റെസിസ്റ്റൻസ് ലെവലാണ് 24,420 430 എന്ന് പറഞ്ഞ വേറൊരു റെസിസ്റ്റൻസ് ലെവലാണ് മേജറായിട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയിൽ കാണുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 0.01% ഡൗണിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഓൾമോസ്റ്റ് 1% മുകളിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഇന്നലെ ഓപ്പൺ ചെയ്തത്, ബട്ട് റിക്കവർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ റിക്കവറി കണ്ടിന്യൂ ചെയ്തില്ല. ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് എവിടെയാണോ ഇന്നലെ ക്ലോസ് ചെയ്ത ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്നത്തെ ആ ഒരു മേ ബി നമുക്ക് വേണമെങ്കിൽ പറയാം 15 മിനിറ്റ് ഫസ്റ്റ് 15 മിനിറ്റിന്റെ ക്യാൻഡലിന്റെ ഉള്ളിലായിരുന്നു ഫുൾ ഇന്നത്തെ ഡേയ്സ് ഫുള്ള് ക്യാൻഡിൽ ഇല്ലെങ്കിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വലിയൊരു മൂവ്മെന്റ് കാര്യങ്ങളൊന്നും ഇന്ന് ഉണ്ടായിരുന്നു. വളരെ ഒരു നാരോ റേഞ്ചിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിന്റെ ഒരു നാരോ റേഞ്ചിന്റെ ഉള്ളിലാണ് ഓൾമോസ്റ്റ് 0.1%, 1.2%, 0.19% മാത്രമേ ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം കറന്റ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ് ലെവല് 58,600 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ടായിട്ട് 57,400 ലെവലുമാണ് മേജറായ സപ്പോർട്ട്സുകൾ കാണാനുള്ളത്. പിന്നെ മിഡ് ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് മിഡ് ഗ്യാപ്പിൽ ഓൾമോസ്റ്റ് ഇന്നൊരു പോസിറ്റീവിലാണ് ഇന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 0.37% മൂവ്മെന്റ്, ഒരു അപ് സൈഡുള്ള മൂവ്മെന്റിലാണ് മിഡ് ഗ്യാപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇന്നലെ മാർക്കറ്റ് ഒരു ഹൈ നോട്ടിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ഒരു ചെറിയൊരു രീതിയിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്ക് ഒരു മൊമെന്റം കാണുന്നുണ്ട്. ഒരു മൊമെന്റം ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,200 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ മിഡ് ഗ്യാപ്പിൽ ഒരു മൊമെന്റം കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ചെറിയ 0.4% മൂവ്മെന്റ് ഉണ്ട്. കമ്പയറിംഗ് ടു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ആണ് ഇന്ന് ഗ്രീനിൽ എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. വളരെ ഫ്ലാറ്റ് മാർക്കറ്റ് മൂവ്മെന്റ് ആയിരുന്നു. ഇന്ന് വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം നിഫ്റ്റിന്റെ എക്സ്പയറി ആണ്. അപ്പം എക്സ്പയറിക്ക് അനുസരിച്ച് മാർക്കറ്റ് വലിയ രീതിയിലുള്ള വോൾട്ടാലിറ്റി കാര്യങ്ങൾ ഇന്നില്ലായിരുന്നു. ഓക്കെ, അപ്പം ഇന്ന് പെർഫോം ചെയ്ത മേജറായ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. നിഫ്റ്റി റിയാലിറ്റിയാണ്. ഓൾമോസ്റ്റ് 1% ആണ് ഇന്ന് നിഫ്റ്റി റിയാലിറ്റിയിൽ മൂവ് ചെയ്തത്. ഓക്കെ, അപ്പം അതേപോലെ ഇന്ന് പെർഫോം ചെയ്ത വേറൊരു സ്റ്റോക്ക് ആണെങ്കിൽ കരൂർ വൈശ്യ ബാങ്ക് ആണ് ഇന്ന് മേജറായി പെർഫോം ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 13% ആണ് ഇന്ന് കരൂർ വൈശ്യ ബാങ്കിൽ മൂവ് ചെയ്തിരിക്കുന്നത്. 13% ആണ് ഇന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് എന്തുകൊണ്ടാണ് കരൂർ വൈശ്യ ബാങ്ക് ഇന്ന് മൂവ് ചെയ്തിരിക്കുന്നത്? ഇന്നലെ അതിന്റെ Q1 റിസൾട്ട്സ് ഉണ്ടായിരുന്നു. റിസൾട്ട്സ് വളരെ ഗുഡ് ആയിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ തന്നെ
ഇന്ന് അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് മാർക്കറ്റിൽ കാണാനുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 13% ആണ് കരൂർ വൈശ്യ ബാങ്കിൽ ഇന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്തിരുന്നത്. രാവിലെ ഓപ്പണിംഗ് തൊട്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തിരുന്നു. ഓക്കെ.